വ്യക്തതയും വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വിദേശകാര്യ മന്ത്രാലയം വിദേശകാര്യ വക്താവ് ഇന്ന് വാർത്താസമ്മേളനം നടത്തുന്നു. പ്രധാനമന്ത്രി ഇന്ന് സൈനികരെ കാണുന്നുണ്ട്. ആദംപൂർ വ്യോമത്താവളത്തിൽ പോയി സൈനികരെ സല്യൂട്ട് ചെയ്യുന്നു. ഇന്നലെ തന്നെ പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയിൽ പലതവണയായി സൈന്യത്തെ സല്യൂട്ട് ചെയ്തുകൊണ്ടുള്ള പ്രതികരണം നടത്തിയിരുന്നു. അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നു. ഇന്നത്തെ കാഴ്ചയും അത് തന്നെയാണ്. പക്ഷേ അതിനുശേഷം ഒരു വൈകിട്ടായപ്പോഴത്തേക്കും ആ യാത്രയുടെ അല്ലെങ്കിൽ ആദംപൂർ വ്യോമത്താവളത്തിലേക്ക് അദ്ദേഹം അപ്രതീക്ഷിതമായി സർപ്രൈസ് വിസിറ്റാണ് എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ പോയി സൈന്യത്തെ കണ്ട ശേഷം അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗം, ഇന്നലെ നടത്തിയ അഭിസംബോധനയുടെ ഒരു തുടർച്ചയായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. അവിടെ നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിനിടയ്ക്ക് അവിടെ നിന്നും സൈന്യം ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അത് എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു വേർഷൻ കൊടുക്കുകയാണ്. അത് പ്രസംഗം അത് ലൈവ് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ അവിടെ നടത്തിയൊരു പ്രസംഗം അവിടെ പോയി സൈന്യത്തെ കാണുന്നവരുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന ഒരു ദൃശ്യം കാണിക്കാമായിരുന്നു. അതിലപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സന്ദേശം നൽകാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ വിദേശകാര്യ വക്താവാണ് ഇന്ന്, വിദേശകാര്യ സെക്രട്ടറി അല്ലെ വിദേശകാര്യ വക്താവാണ് ഇന്ന് പ്രതികരണം നടത്തിയിരിക്കുന്നത്. ആ പ്രതികരണം നടത്തുമ്പോഴും ഈ പറഞ്ഞ കശ്മീർ വിഷയം ഉഭയകക്ഷി വിഷയമാണ്, അതിൽ മറ്റൊരു രാജ്യത്തിന് ഇടപെടേണ്ടതില്ല, മൂന്നാം കക്ഷിക്ക് റോളില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല വ്യാപാര കരാർ റദ്ദാക്കുമെന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ എന്താണോ ട്രംപ് പറഞ്ഞത് അതിനെ തള്ളിക്കൊണ്ടുള്ള പ്രതികരണം നടത്തുന്നു. ഡൊണാൾഡ് ട്രംപിനെ വിദേശകാര്യ വക്താവ് തള്ളുന്നു. പക്ഷേ ഈ പ്രതികരണങ്ങൾ അതിശക്തമായി നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രിയിൽ നിന്നാണ്. കാരണം അത്രയും ശക്തമായ, അതായത് നമ്മുടെ ഒരു നിലപാടിനെ തന്നെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ വിഷയത്തിൽ, അതായത് വെടിനിർത്തൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ വെടിനിർത്തൽ ആദ്യം പറയുന്നത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് അതിൽ റോളില്ല എന്ന് പറയുമ്പോൾ അത് പ്രധാനമന്ത്രിയിൽ നിന്ന് അറിയാൻ സ്വാഭാവികമായും രാജ്യം ആഗ്രഹിക്കും. പ്രധാനമന്ത്രി അതേക്കുറിച്ച് വ്യക്തത വരുത്തുന്നില്ല. അമേരിക്കയോട് പറയുക എന്ന രൂപത്തിൽ തന്നെ അത് പറയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? എന്തെങ്കിലും ഒരു വിധേയത്വം അതിലുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കാരണം അമേരിക്ക ഡൊണാൾഡ് ട്രംപിനെ പ്രധാനമന്ത്രി അവിടെ പോയി കണ്ടതും, ഡൊണാൾഡ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിയും ചെയ്യാത്ത രീതിയിൽ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ഇവിടെ വോട്ട് ചോദിക്കുന്ന ഒരു രീതി പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രചാരണം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊരു യഥാർത്ഥത്തിലുള്ള സൗഹൃദമാണോ അതോ വിധേയത്വമാണോ എന്ന സംശയം ഉണ്ടാക്കുന്ന തരത്തിലാണ്. കാരണം അവിടെ നിന്നും കുറേ ഇന്ത്യക്കാരെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്ന ഘട്ടത്തിൽ പോലും, ചങ്ങലയിട്ട് ഇന്ത്യക്കാർ വന്ന ഘട്ടത്തിൽ പോലും നമ്മളിത് ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ട് അതിൽ ശക്തമായൊരു പ്രതികരണം നടത്തുന്നില്ല? അതിലും അങ്ങനെ ഒരു പ്രതികരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ വിഷയത്തിലും ആ രൂപത്തിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതികരണം വരുന്നില്ല എന്നുള്ളത് സംശയമുണ്ടാക്കുന്നത് തന്നെയാണ്. മറ്റൊന്ന്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇവിടെ മുംബൈ ആക്രമണം ഉണ്ടായ സമയത്ത്, അന്ന് മുംബൈ ആക്രമണം വരുന്ന സമയത്ത് ഈ കേന്ദ്ര സർക്കാർ തന്നെ രാജിവെക്കണമെന്നും പ്രധാനമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അന്ന് വിദേശകാര്യമന്ത്രി രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു രാജി ആവശ്യം ഇവിടെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടില്ല. കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക, ഞങ്ങളോടുകൂടി സംസാരിക്കുക, പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിലേക്ക് വന്നിട്ടില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. മാത്രമല്ല ഇവിടെ ഇപ്പോൾ BJP ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ അത് വലിയ വിജയമാണെന്ന രൂപത്തിലൊരു യാത്ര നടത്താൻ പോവുകയാണ്. ആ തിരങ്ക യാത്ര, 10 ദിവസത്തെ തിരങ്ക യാത്ര. അപ്പോഴാണ് അതിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്ന സംശയം വരുന്നത്. കാരണം ഇതിനു മുമ്പ് പുൽവാമയിൽ സൈനികർ പാക് ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ BJPക്ക് വോട്ട് ചെയ്യണം, അതിന് പകരം വീട്ടാൻ എന്ന് ആവശ്യപ്പെട്ടത് നരേന്ദ്രമോദിയാണ്. അത് രാഷ്ട്രീയമായി ചട്ടലംഘനമാണ് എന്നുള്ള കാര്യം അന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വന്നപ്പോൾ അന്ന് അതിനോട് അനുകൂലമായ ചട്ടലംഘനമാണ് എന്ന് പറഞ്ഞത് അശോക് ലവേസ മാത്രമാണ്. ബാക്കി രണ്ടുപേരും അതിനോട് അനുകൂലിച്ചില്ല. അന്ന് അതിൽ നിന്നും അദ്ദേഹം ഊരിപ്പൊരിയാണ്. അപ്പോൾ അതിൽ രാഷ്ട്രീയമായി അതിനെ മുതലെടുക്കാനുള്ള ശ്രമങ്ങളുണ്ടോ എന്ന് ഈ ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ കഴിയുമ്പോഴത്തേക്കും അങ്ങനെ സംശയങ്ങൾ വരുന്നു. രാഷ്ട്രം ഒന്നിച്ച് തന്നെയാണ് സൈന്യത്തിൻ്റെ പ്രവർത്തനത്തെ എല്ലാവരും അഭിനന്ദിക്കുന്നു, രാജ്യം ഒറ്റക്കെട്ടായി തന്നെ അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് മോദി വരുത്തേണ്ട പല കാര്യങ്ങളിലുമുള്ള വ്യക്തത പ്രധാനമന്ത്രി വരുത്തിയിട്ടില്ല എന്നുകൂടിയാണ്. അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ശശി തരൂർ മറിച്ചൊരു നിലപാടും പറയുന്നുണ്ട്. ശശി തരൂർ പ്രതിപക്ഷത്തെ സ്വാഭാവികമായും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ, ഡൊണാൾഡ് ട്രംപ് പറയുന്നതായിരിക്കും കളവ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയെന്ന മട്ടിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ ശശി തരൂർ അത് അങ്ങനെ പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങളെ ദുർബലമാക്കുന്നുണ്ട്. അതിന് പ്രതിപക്ഷം മറുപടി പറയേണ്ടത് കൂടിയുണ്ട്. വ്യക്തതയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രിയാണ് അതിൽ വ്യക്തത വരുത്തേണ്ടത്. Meet the editors.